ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠര് രാജീവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് SIT. സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾക്കായി കൂടുതൽ പരിശോധന നടത്തും. പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് തന്ത്രിയാണെന്നും പ്രത്യേക അന്വേഷണ സംഘം അങ്ങനെ കണ്ടെത്തിയിരിക്കുകയാണ്. തന്ത്രി രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. തന്ത്രിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് ഡോക്ടർ അറിയിച്ചത്. കൂടുതൽ പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കരുതലോടെ പ്രതികരിക്കുകയാണ് CPM നേതാക്കൾ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT നടത്തുന്ന അന്വേഷണത്തിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ ഇല്ല എന്നാണ് സർക്കാരിൻ്റെയും CPM-ൻ്റെയും നിലപാട്. തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാമെന്ന് കരുതേണ്ട എന്ന് K. മുരളീധരൻ പറഞ്ഞു. അതേസമയം BJP-യിൽ തന്ത്രിയെ ചൊല്ലി രണ്ടഭിപ്രായം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഏകസ്വരത്തിൽ വാർത്താസമ്മേളനത്തിലുള്ള നേതാക്കൾ തന്ത്രിയിലേക്ക് ഉള്ള പോക്ക് അത് മന്ത്രിയെ രക്ഷിക്കാനാണ് എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ രാഷ്ട്രീയ വിശദാംശങ്ങളും അന്വേഷണത്തിൻ്റെ ദിശയും നമുക്ക് പരിശോധിക്കാം. എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് മാർഷൽ വി സമാസിനും TS ഹരികൃഷ്ണനും ചേരുകയാണ്. തത്സമയം ഹരി, ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തല്ലോ എന്നൊരു ഞെട്ടല് ഇപ്പോഴും കേരളക്കരയ്ക്ക് മാറിയിട്ടില്ല. കാരണം ശബരിമലയിലെ പരമപ്രധാനിയായിട്ടുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടായി, മാത്രമല്ല അയ്യപ്പൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ വല്ലാത്ത വ്രണത ഹൃദയനാണ് ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തരൊക്കെയും. പക്ഷേ SIT ഇതിന് കാരണമായി നിരത്തുന്നത് എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഒരുപക്ഷെ ഇന്നലത്തെ വൈകുന്നേരത്തെ ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ട്, അറസ്റ്റ് റിപ്പോർട്ടിൽ വലുതായി നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു കണ്ടെത്തലുകളിലേക്കും നമുക്ക് അങ്ങനെ വലുതായിട്ട് അങ്ങേയറ്റമൊന്നും പോയിട്ടില്ല. പക്ഷേ കൃത്യമായ കാര്യകാരണങ്ങൾ SITക്ക് മുൻപിൽ ഉണ്ടെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ കാരണമില്ലാതെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ തന്ത്രിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ അത്രയും ഒരു ഉന്നതനായ ഒരാളെ, അതായത് ശബരിമലയിൽ ശ്രീ അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ, വിശ്വാസത്തിലായാലും ആചാരത്തിൻ്റെ കാര്യത്തിനായാലും അവസാനത്തെ വാക്ക് തന്ത്രിയാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായ തെളിവുകളും അതിനൊത്ത മൊഴികളും ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് 2 തവണ അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചപ്പോഴൊക്കെയും അതിനുശേഷവും അങ്ങനെയുള്ള തെളിവുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അന്വേഷണ സംഘം. അതുകൊണ്ടാണ് അതിനുശേഷം ഇന്നലെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇതിൽ അന്വേഷണ സംഘം പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൻ്റെ 1-ാം പ്രതി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുന്നതിൽ തന്ത്രിക്ക് വലിയ പങ്കുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ശബരിമലയിൽ ഇത്ര സ്വാധീനമുണ്ടായി, ഇത്രയും സ്വാതന്ത്ര്യം എങ്ങനെ ഉണ്ടായി, ശബരിമലയിലേക്ക് സ്വാഗതം ചെയ്ത ആര്? അപ്പോൾ ഇതിനൊക്കെ ഒരു ഉത്തരമായി തന്ത്രി എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇത്രയും അടുത്ത ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് ആ പല കാര്യങ്ങൾക്കും ഈ നമുക്ക് പറഞ്ഞു പോകണമല്ലോ. സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഹരി, അതായത് ശബരിമല തന്ത്രിയാണ്. തന്ത്രിക്ക് ഒരുപാട് ശബരിമലയിലെ മാത്രമല്ല 100-200 ക്ഷേത്രങ്ങളുടെയൊക്കെ തന്നെ താന്ത്രിക സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. സാമ്പത്തികമായി വരുമാനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിദേശത്തടക്കം പല ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജ ചെയ്യുന്ന ആളാണ്. തന്ത്രിക്ക് ഒരു ദിവസം വിചാരിച്ചാൽ എത്രയോ ലക്ഷോപലക്ഷങ്ങൾ ഉണ്ടാകാവുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരാൾ പോറ്റിയുമായി ചേർന്നൊരു ഒരു പണത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിലൊക്കെ സ്വാഭാവികമായ ചിന്തയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഉത്തരം SITക്ക് പറയാനുള്ള എന്തായിരിക്കും? അത് ഉടൻ വരും. അതായത് ആ ഒരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ മാനം കുറച്ചുകൂടി വലുതാവും. കാരണം ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധവും ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചതും അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ ശബരിമലയിൽ നിന്ന് ദേവൻ്റെ മുതൽ കട്ടുകൊണ്ട് പോയ കേസുമായി ബന്ധപ്പെട്ട് അതിൽ പങ്ക് എത്രത്തോളം തന്ത്രിക്കുണ്ട് എന്ന് ഇനി അന്വേഷണ സംഘം കണ്ടെത്തുകയാണെങ്കിൽ ഇതിൻ്റെ തീവ്രത നമ്മൾ വിചാരിക്കുന്നിടത്തുനിന്ന് നിൽക്കില്ല, അത് വളരെ വലുതായിരിക്കും. മാർഷലേട്ടാ, ഈ ഇതുവരെ ഇന്നലെ അല്ല ഇന്നലെ ഉച്ചയ്ക്ക് വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാവരും കുറച്ച് രാഷ്ട്രീയ നേതാക്കൾ, പത്മകുമാറായാലും വാസു ആയാലും രാഷ്ട്രീയ അന്നത്തെ ഈ ഭരണ നേതാക്കളും അതിൽ ഉൾപ്പെടെ ഒരു പറ്റം ഉദ്യോഗസ്ഥരുമായിരുന്നു. ഇപ്പോൾ തന്ത്രിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ചിത്രം മാറുകയാണ്. പൊളിറ്റിക്കലി നോക്കുമ്പോൾ CPM നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കാണുമ്പോൾ CPM-നെ സംബന്ധിച്ച് വലിയൊരു തലം, ഒരു വാതിൽ തുറന്നു കിട്ടുകയാണ്. അവിടെയൊക്കെ തന്നെ പ്രതിരോധിക്കാൻ തക്ക രീതിയിലേക്ക് നമുക്കറിയാം, ആ പാട്ട് പോറ്റിയെ കയറ്റിയ പാട്ടൊക്കെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്പർശിച്ച ഒരു സമയമാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് ഇത് നല്ലൊരു ചർച്ചയാക്കാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ CPM നേതാക്കൾ കരുതലോടുകൂടി ഒരു പ്രതികരണം നടത്തും. അതെന്തുകൊണ്ടായിരിക്കും? സ്വാമി ശരണയ്യപ്പ, കാര്യം ഇതിൽ ആദ്യം മുതൽ തന്നെ ശബരിമല എന്ന് പറയുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ വിശ്വാസികൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു കാനന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ മുഖമായി മാറ്റാൻ ഏത് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചാലും അത് തെറ്റായ ഒരു സന്ദേശമാണ്. ഇവിടെ ഒരു ക്രൈമാണ് നടന്നിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയല്ല ഇവിടെ നടന്നിട്ടുള്ളത്. മറിച്ച്
രാഷ്ട്രീയം നേരത്തെ കൈപ്പള്ളി സൂചിപ്പിച്ചില്ലേ, CPM-ന്റെ 2 പേര് ഇപ്പോൾ അകത്തെടുക്കുന്നുണ്ട്, പത്മകുമാറും വാസുവും. ബാക്കി കിടക്കുന്ന 9 പേരോടുണ്ട് കേട്ടോ. ആ 9 പേർക്കും രാഷ്ട്രീയമുണ്ട്. ആ 9 പേർക്കും രാഷ്ട്രീയമുണ്ട് എന്ന് മാത്രമല്ല, ഇവരെല്ലാം സജീവമായ രീതിയിൽ രാഷ്ട്രീയ വിശ്വാസങ്ങൾ പുലർത്തുന്നവരുമാണ്. തന്ത്രിക്ക് വരെ രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ പറയും. തന്ത്രി വരെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ മുമ്പ് അവിടെ എടുത്തിട്ടുണ്ട്. രാഷ്ട്രീയപരമായ രീതിയിൽ സർക്കാരിനെ എതിർത്തിട്ടുമുണ്ട്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ മാത്രം തീരുമാനിച്ചു, എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് ഒരു രാഷ്ട്രീയമായ തീരുമാനം എടുക്കുമെന്നോ CPM എടുക്കുമെന്നോ BJP എടുക്കുമെന്നോ. കാരണം ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിനകത്ത് നിന്ന് സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ളൊരു തീരുമാനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുമെന്ന് ബോധമുള്ള ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും? അതായത് ഞാനിപ്പോൾ BJP-യുടെ ഇന്നത്തെ പത്രസമ്മേളനം കാണുമ്പോൾ ഒരർത്ഥത്തിൽ ഒരു അത്ഭുതം തോന്നുകയാണ്. ശബരിമലയിലെ സ്വർണം കളവ് ചെയ്ത അല്ലെങ്കിൽ മോഷ്ടിച്ചത് ഉപ്പ് തിന്നവൻ ആരായാലും വെള്ളം കുടിക്കണമെന്ന നിലപാടെടുത്ത BJP ഇപ്പോൾ അങ്ങേയറ്റം തന്ത്രിയുടെ അറസ്റ്റിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ പക്ക രാഷ്ട്രീയമാണോ? അത് BJP-യുടെ രാഷ്ട്രീയ നിലനിൽപ്പ്. പക്ഷേ RSS-നെ നോക്കൂ. RSS-ന്റെ പ്രമുഖ നേതാക്കളുടെ നിലപാടെന്താണെന്ന് പറയും. ഇപ്പോൾ RSS വളരെ ശക്തമായിട്ട് തന്ത്രിയായാലും മന്ത്രിയായാലും അയ്യപ്പൻ്റെ മുതൽ ആര് കെട്ടാലും അവരെ പിടിക്കണമെന്ന നിലപാടാണ് RSS-നുള്ളത്. BJP പാർലമെന്ററി രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് മന്ത്രിയെ പിടിക്കാത്ത എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കും. ഇതിനു മുമ്പ് കുറച്ച് ബാക്കിലേക്ക് പോകാം. നിയമസഭ നടക്കുന്ന സമയം കഴിഞ്ഞ സഭാ കാലഘട്ടത്തിൽ ഈ വിഷയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ VD സതീശൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയോട്. അതിങ്ങനെയാണ്, ശബരിമലയിലെ പീഠം, സ്വർണം പൂശിയ പീഠം കാണാനില്ല എന്ന് ആ പീഠം പൂശിയ ആൾ എന്നെ അറിയിച്ചിട്ടുണ്ട്, അതിൻ്റെ അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നു. മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. മുഖ്യമന്ത്രി ഈ വിഷയം അറിഞ്ഞിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഞാൻ പരിശോധിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവിന് മറുപടി തരാമെന്ന് പറയുന്നു. ആരോടാണ് പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ പോറ്റി VD സതീശന് കൊടുത്തിട്ടുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് ഇത് മറുപടി വരുന്നത്. അന്ന് ആരും തന്നെ ഈ കൊള്ളയെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ പിന്നീട് കഥയങ്ങ് മാറുകയാണ്. അതേ തുടർന്നുള്ള അന്വേഷണങ്ങൾ വരികയാണ്. പീഠം എവിടെ നിന്നാണ് പിടിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്നാണ് പീഠം കണ്ടെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ്? അതവിടെ വെച്ചിരുന്നത് ഞാൻ മറന്നുപോയെന്നാണ്. ദേവസ്വം വിജിലൻസ് ആണ് അത് കണ്ടെത്തുന്നത്. ഞാനൊരു കാര്യം, ഞാൻ ഈ സുരേന്ദ്രൻ്റെ വാക്കുകളെ കടമെടുക്കേണ്ട ബാധ്യത എനിക്കില്ല. പക്ഷേ വ്യക്തിപരമായി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുണ്ട്. അതായത് 2019 മുതലുള്ള അതേ കാര്യങ്ങളുടെ ബാധ്യത ഈ 2025 അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനുണ്ട്. പിന്നീട് മുൻ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായിരുന്ന വിജയകുമാർ ഇപ്പോൾ അറസ്റ്റിലാണ്. അതേപോലെ തന്നെ ശങ്കരദാസ് പുറത്താണ്, അദ്ദേഹത്തിന് ആരോഗ്യകരമായ കാര്യങ്ങൾ പറയുന്നു. പിന്നീട് പറയുന്ന ഈ മൗനാനുവാദം കൊടുത്തു, അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിനോടൊപ്പം തന്നെ ഇന്നലത്തെ റിമാൻഡ് റിപ്പോർട്ട് വെച്ചാണ് ഞാൻ പറയുന്നത്. അതിലെന്താണ് അതിലുണ്ടായിരുന്ന ഉത്തരവാദിത്തം, അനുജ്ഞയടക്കം പറയുന്ന കാര്യങ്ങൾ. അതുപോലെ ഈ പറയുന്ന ദേവസ്വം മന്ത്രിക്കും ഒരു ഉത്തരവാദിത്തം വരില്ലേ? ദേവസ്വം മന്ത്രി ഒരുപക്ഷെ മാറ്റി നിർത്തുക. ഈ പറയുന്ന PS പ്രശാന്തനും ശങ്കരദാസനും ഈ രണ്ടുപേരും ഇന്ന് പുറത്താണ്. അതിനുത്തരം വേണ്ടത്. അതായത് നമ്മൾ തോക്കിൽ കയറി വെടിവെക്കുക എന്ന് പറയും. അതായത് ഒരു അന്വേഷണ സംഘം അവരുടെ അന്വേഷണം നടത്തുക. അപ്പം നമ്മൾ സൂപ്പർ കോടതിയാകാൻ പാടില്ല. അത് മാധ്യമങ്ങളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും. ഇന്നലെ വരെ ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് ആരാണ്? അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയത്. ഹൈക്കോടതി അംഗീകരിച്ചിട്ടാണല്ലോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുള്ളത്. അതിനകത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുണ്ടെങ്കിൽ ഹൈക്കോടതിക്ക് ഇടപെടാലോ. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് ഇടപെടാമല്ലോ. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ അന്വേഷണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള മറുപടി എന്താണ്? അന്വേഷണം വളരെ കൃത്യമായി പോകുന്നുണ്ട്, 6 ആഴ്ച കൂടി അവർക്ക് സമയം അനുവദിക്കുന്നുണ്ട് എന്നാണ്. അതായത് ഇനിയും 1 മാസം കൂടിയുണ്ട് അന്വേഷണം പൂർത്തീകരിക്കാൻ. ഇതുവരെ 11 പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഇനിയും വരാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് ആർക്കറിയാം? PS പ്രശാന്തിനെ പിടിക്കുമെന്നോ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പിടിക്കുമെന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇതുവരെ റിപ്പോർട്ട് ചെയ്ത മാർഷൽ വി സെബാസ്റ്റ്യൻ എന്ന മാധ്യമപ്രവർത്തനം എന്താണ് തോന്നുന്നത്? അതായത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അറസ്റ്റോടുകൂടി നിർത്തുമോ? അതല്ല, ഒരിക്കലും ഇല്ല. ഞാൻ 19-ാം തീയതി ഇതിൽ 19-ാം തീയതി മുൻപ് കാര്യങ്ങൾ ചെയ്യണം. കാരണം 19-ാം തീയതി ഒരു ഇടക്കാൽ റിപ്പോർട്ട് കൊടുക്കണം. അല്ല, അതിന് 2 കാര്യങ്ങളുണ്ട്. അതായത് ഇനി VSSC റിപ്പോർട്ട് വരാനിരിക്കുന്നുണ്ട് ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ. അതോടൊപ്പം തന്നെ ഇതെല്ലാം രേഖാമൂലം കൊടുക്കുന്ന മറുപടിയാണ്. അതെല്ലാം തന്നെ ലോക്ക്ഡാണ്, മറ്റുള്ളവർക്കും കാണാൻ പറ്റില്ല. അതിലെല്ലാം തന്നെ കോടതി പറഞ്ഞിട്ടുള്ള മറുപടി അനുസരിച്ചിട്ടാണ് SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ തന്ത്രിയെ പെട്ടെന്ന് പോയി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. തന്ത്രിയുടെ മൊഴി ഇതിനു മുമ്പ് എടുത്തു, മന്ത്രിയുടെ മൊഴിയും ഇതിനു മുമ്പ് എടുത്തു. തന്ത്രിയുടെ മൊഴി എടുത്തതിന് ശേഷം തന്ത്രിയോട് മറ്റൊന്നുമേ പറയാതെ SIT മടങ്ങിപ്പോയി. അതിനുശേഷമാണ് ഇപ്പോൾ തന്ത്രിയെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തന്ത്രിയുടെ മേൽ കൊടുത്തിട്ടുള്ള ചാർജ്, തന്ത്രിയുടെ മേലുള്ള റിമാൻഡ് റിപ്പോർട്ട്, അത് രണ്ടും കൈപ്പള്ളി കണ്ടിട്ടുള്ളതാണല്ലോ. അതെല്ലാം ഇന്ന് മാധ്യമങ്ങൾ ഇന്നുമായിട്ട് പുറത്തുവിടുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇതിനെല്ലാം കൃത്യമായ മറുപടിയുണ്ട്. അനുജ്ഞ കൊടുക്കുന്ന കാര്യത്തിലായാലും ശരി, പോറ്റിയുമായിട്ട് SITയുടെ ഇപ്പോഴത്തെ നീക്കങ്ങളെയോ അല്ലെങ്കിൽ ഇതുവരെ
ഉള്ളതും പെർഫെക്റ്റ് ആണെന്നാണ്. എന്നാണ് ഹൈക്കോടതി. നമുക്കിപ്പോ ഒരു കേസ് അന്വേഷണം നടക്കുന്നു, നമുക്ക് പരിമിതികളുണ്ട്. നമുക്ക് ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഒരു കേസ് അന്വേഷണം നടക്കുന്നു, അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണം തീരുന്നതിന് മുമ്പേ ഇയാളെ അറസ്റ്റ് ചെയ്യാത്ത എന്താ, മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാത്ത ചോദിക്കുന്നത് എത്ര മാത്രം ബാലിശമാണ്. ഇവരെ അറസ്റ്റ് ചെയ്യാത്ത നിങ്ങൾ അന്വേഷിക്കാൻ പറയുന്നില്ലേ? നമുക്ക് വി.ഡി. സതീശനാവാൻ കഴിയില്ല, നമുക്ക് സുരേന്ദ്രനാവാൻ കഴിയില്ല. ഞാൻ ചോദിക്കുന്നത് വി.ഡി. സതീശൻ കുറച്ചുകൂടെ മുന്നിലാണ്. വി.ഡി. സതീശൻ 2 CA-മാരെ വെച്ചപ്പോ അവര് സർക്കാരിന്റെ ആളാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ പത്മകുമാറിനെയും പിന്നെ വാസുവിനെയും പൊക്കിയത് ഇതേ SIT അല്ലേ? അന്നേരം അത് കൊള്ളാം. ഇപ്പോൾ ഓഹോ, ഞാൻ ചോദിക്കും ഇതൊക്കെ എത്ര ബാലിശമാണത്. അത് വന്നപ്പോഴും പ്രശ്നം അല്ലെ. എന്റെ ചോദ്യം, SIT ഇതുവരെ കൊള്ളായിരുന്നല്ലോ, ഇതുവരെ കൊള്ളാം, പ്രതിപക്ഷം എന്തെങ്കിലും പറഞ്ഞു. പക്ഷേ ഇപ്പൊ SIT എന്താണ്, മന്ത്രി എന്താ പിടിക്കാതെ? അപ്പം ഇവരൊക്കെ പറയുന്നവരെ പിടിക്കാനിരിക്കുകയാണ് SIT. എന്നാ പിന്നെ അന്വേഷണം വേണ്ടല്ലോ. അതായത് പിന്നെ ഹരി ഒരു കാര്യം, അതായത് ഈ 8, 9, 12 പാരഗ്രാഫിൽ 9-ാമത്തെ എടുത്തു കഴിഞ്ഞാൽ, കാരണം ഈ തിങ്കളാഴ്ച ഹൈക്കോടതി SITക്ക് നിർദ്ദേശം നൽകിയത്, അതിനകത്ത് ഏത് ഉന്നതനായാലും അധികാര സ്ഥാനത്തോ ശക്തിയോ നോക്കാതെ നടപടിയെടുക്കാൻ SITക്ക് പൂർണ്ണ നിർദ്ദേശം സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. പലരും പറയുന്നത് പോലെ, നമുക്ക് ഈ പൊളിറ്റിക്കലി, ഞാൻ പറഞ്ഞ മാർഷലേടൻ പറഞ്ഞതുപോലെ, പൊളിറ്റിക്കലി ഈ രാഷ്ട്രീയക്കാരുടെ നാവാൻ നമുക്ക് കഴിയില്ല, ഈ SITക്കും കഴിയില്ല. അപ്പോൾ ഈ അറസ്റ്റ് ഇവിടെ വരെ നിൽക്കുമോ, അല്ല ഇനിയും നീണ്ടു പോകുമോ, ഇനി പലരിലേക്കും പോകുമോ? നമുക്ക് വേണ്ട എന്താണ്, ഇതിൻ്റെ നമ്മുടെ പൂങ്കാവനത്തിൽ അയ്യപ്പൻ്റെ ആഭരണങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സ്വർണം തിരികെ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് ഉത്തരം പ്രതീക്ഷിക്കാമോ വിശ്വാസികൾക്ക്? ദേവന്റെ സ്വർണം തിരികെ എത്തുമോ എന്നുള്ളത് ഇനി അറിയേണ്ട കാര്യമാണ്. നേരത്തെ മാഷേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ആരാർസനം തോക്കി കയറി നമുക്കും വെടിവെക്കാൻ പറ്റില്ല. കാരണം ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ അന്വേഷണം അതിൻ്റെ നല്ല ദിശയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കണമെന്ന് അതിനെ നിയോഗിച്ചവർ തന്നെ പറയുമ്പോൾ അതങ്ങനെ പോട്ടെ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും അറസ്റ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ഒക്കെ അറസ്റ്റിലായാലോ? തീർച്ചയായും അതാണ്. അല്ല, ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. SITയുടെ അന്വേഷണം പൂർത്തീകരിച്ച് അവർ ചാർജ് ഷീറ്റ്, കുറ്റപത്രം കൊടുത്ത് ഞങ്ങൾ ഇത്രയും പേരെയാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞതിന് ശേഷം അതിനെ വിമർശിക്കുന്നതിനകത്തൊരു യുക്തിയുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിനിടയിൽ കയറിയിട്ട് ഭരണപരമായി ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതുവരെ ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ മിണ്ടിയിട്ടുണ്ട്. ഇന്നത്തെ നിയമമന്ത്രി P. രാജീവിന്റെ മറുപടി എന്താണ്? ഞങ്ങൾക്കത് പറയുന്നതിനകത്ത് പരിമിതിയുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു അഭിപ്രായം പറയാനില്ല എന്നുള്ളതാണ്. അന്വേഷണത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് പറയുന്നത്. അത് കാരണം ഇത് പ്രതിപക്ഷ നേതാവിനും ബാധകമാണ്, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ബാധകമാണ്. ഒരന്വേഷണം പൂർത്തീകരിക്കട്ടെ. അന്വേഷണം പൂർത്തീകരിച്ചിട്ട് അവരാരെയാണ് പിടിക്കുന്നത്, പ്രതി ചേർക്കുന്നത്, ആർക്ക് വരെയാണ് അവർ ചാർജ് ഷീറ്റ് കൊടുക്കുന്നത് നോക്കുക. അത് മന്ത്രിയാണോ, തന്ത്രിയാണോ, മുഖ്യമന്ത്രിയാണോ, ആരാണെങ്കിലും അത് അപ്പോഴല്ലേ വിമർശിക്കേണ്ടത്. അതായത് ഒരാഴ്ച കൂടി ഒന്ന് ക്ഷമിക്കുക. ഒരാഴ്ചയല്ല, ഇനിയും ഒരു മാസമുണ്ട്. 6 ആഴ്ച കൊടുത്തിട്ടുണ്ട്, 5 ദിവസം. 19 ഇടക്കാല റിപ്പോർട്ടിലെങ്കിലും നമുക്കൊരു ചിത്രം ഏകദേശം വ്യക്തമാകും. അതുവരെ അപ്പോൾ അതുവരെയുള്ള ഈ അധര വ്യായാമങ്ങൾ അത് വ്യർത്ഥമാണ് എന്നുകൂടിയാണ് നമ്മൾ ഈ വിലയിരുത്തൽ നിന്നും ബോധ്യപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാര്യകാരണങ്ങൾ SITക്കും നിരത്താനുണ്ട്. നമുക്ക് കാത്തിരിക്കാം.